കേരള പോലീസ് അസോസിയേഷൻ സംഘാടക സമിതി രൂപീകരണം തൊടുപുഴയിൽ. നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ സംസ്ഥാന കൺവെൻഷൻ വിജയകരമായ നടത്തിപ്പിനു വേണ്ടി 2025 മെയ് 19 തിങ്കളാഴ്ച തൊടുപുഴ പോലീസ് സ്റ്റേഷൻ ഓഡിറ്റോറിയത്തിൽ സംഘാടക സമിതി രൂപീകരണം കേരളത്തിന്റെ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. മുഖ്യാതിഥിയായി എത്തിയത് ജില്ലാ പോലീസ് മേധാവി IPS വിഷ്ണു പ്രദീപ് TK. യോഗത്തിന് അധ്യക്ഷ പദവി അലങ്കരിച്ചത് KPS സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രദീപൻ EV, തൊടുപുഴ DYSP ഇമാനുവൽ പോൾ, KPO സംസ്ഥാന വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് K നായർ, ഇടുക്കി SSP DYSP സന്തോഷ് കുമാർ, ഇടുക്കി DSP താജു ജോസ്, തൊടുപുഴ SHO മഹേഷ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. എന്താണെങ്കിലും ശരി, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എന്ന് മാത്രമല്ല ഏതൊരു സംസ്ഥാനത്തിൻ്റെയും, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെയുമെല്ലാം പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന, അതിനെ നേതൃത്വം വഹിക്കുകയും അതിൻ്റെ ഭാഗമാകുകയും ചെയ്യുന്നവരാണ് ഏതൊരു സേനയിലും ജോലി ചെയ്യുന്നത്. ഒരു ഗവൺമെൻറ്റിൻ്റെയും നമ്മുടെ നാടിൻ്റെയും എല്ലാം ഉത്തരവാദിത്തത്തോടുകൂടി പാലിക്കുക. പ്രത്യേകിച്ച് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ എത്തിയിട്ടുള്ള നേട്ടങ്ങളും പരിഷ്കാരങ്ങളും കേരളത്തിന് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാലാനുസൃതമായ മാറ്റം എല്ലാ മേഖലയിലും ഉണ്ടാവും. അത് പോലീസ് സേനയിലും ഉണ്ടാവും. നമ്മുടെ ജോലിഭാരം, കേസെടുക്കുന്ന രീതി, അന്വേഷണ സ്വഭാവം, ഇതെല്ലാം കാലാനുസൃത മാറ്റത്തിന് വിധേയമാകും. നമ്മൾ ഏതിനെയാണോ നേരിടാൻ പോകുന്നത് അവർക്കുണ്ടാകുന്ന മാറ്റങ്ങളെ കൂടി അനുമാനിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങളെ നേരിടാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ മാറ്റങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കാനും ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു പോലീസിംഗ് സിസ്റ്റം നമ്മുടെ കേരളത്തിൻ്റെ ആണ് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. കോട്ടയത്ത് വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘവും ആ വീട്ടിലെ നാടകക്കാരും അതിന് ഭാഗമാകാൻ കഴിഞ്ഞത് കാരണം ഞാൻ ഓർത്ത് അത് നിമിത്തമാകും. നമ്മുടെ പഠനപ്രധാന കാര്യമായി സംബന്ധിച്ചു. എന്താണെങ്കിലും ശരി, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എന്ന് മാത്രമല്ല ഏതൊരു സംസ്ഥാനത്തിൻ്റെയും, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെയുമെല്ലാം പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന, അതിനെ നേതൃത്വം വഹിക്കുകയും അതിൻ്റെ ഭാഗമാകുകയും ചെയ്യുന്നവരാണ് ഏതൊരു സേനയിലും ജോലി ചെയ്യുന്നത്. ഒരു ഗവൺമെൻറ്റിൻ്റെയും നമ്മുടെ നാടിൻ്റെയും എല്ലാം ഉത്തരവാദിത്തത്തോടുകൂടി പാലിക്കുക. പ്രത്യേകിച്ച് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ എത്തിയിട്ടുള്ള നേട്ടങ്ങളും പരിഷ്കാരങ്ങളും കേരളത്തിന് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാലാനുസൃതമായ മാറ്റം എല്ലാ മേഖലയിലും ഉണ്ടാവും. അത് പോലീസ് സേനയിലും ഉണ്ടാവും. നമ്മുടെ ജോലിഭാരം, കേസെടുക്കുന്ന രീതി, അന്വേഷണ സ്വഭാവം, ഇതെല്ലാം കാലാനുസൃത മാറ്റത്തിന് വിധേയമാകും. നമ്മൾ ഏതിനെയാണോ നേരിടാൻ പോകുന്നത് അവർക്കുണ്ടാകുന്ന മാറ്റങ്ങളെ കൂടി അനുമാനിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങളെ നേരിടാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ മാറ്റങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കാനും ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു പോലീസിംഗ് സിസ്റ്റം നമ്മുടെ കേരളത്തിൻ്റെ ആണ് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. കണ്ടെത്തുന്ന കാര്യത്തിൽ, നിഷ്പക്ഷത പുലർത്തുന്ന കാര്യത്തിൽ ഒന്നും രാഷ്ട്രീയവും ആർക്കും ആത്മാർത്ഥമായി പറയാൻ കഴിയില്ല. എന്നാൽ സാങ്കേതികമായി ഇതിൽ ആക്ഷേപം ഉയർന്നവരാരും അത് മീഡിയയിലും മാധ്യമങ്ങളിലൊക്കെ തുടർച്ചയായിട്ട് വരുന്നു എന്നൊക്കെ ഉള്ളത്
ചെയ്താൽ അത് കഴമ്പുണ്ടെങ്കിൽ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് പോലുമില്ല. അപ്പോൾ കൃത്യനിർവഹണത്തിലും അതോടൊപ്പം കുറ്റകൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പെരുകി വരുന്നതിനെ തടയുന്നതിനും നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ അത് എക്കാലത്തും നമുക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. ഇന്ന് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഏതൊരു സംഘടനയ്ക്കും അതിൻ്റെതായ പ്രവർത്തനങ്ങളുണ്ടാവും. ഇതിനാണ് പോലീസ് അസോസിയേഷൻ അല്ല സംഘടന എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം ഉയർന്നതാണ്. അത് മറ്റൊരു വിധത്തിൽ അതിനെ ചിത്രീകരിക്കേണ്ടതായിട്ടില്ല. അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിർദ്ദേശിക്കുക, ആ വിഭാഗത്തിലുണ്ടാകുന്ന ആൾക്കാരുടെ വിഷയങ്ങളെ പ്രസന്റ് ചെയ്യാൻ അതൊക്കെ ആവശ്യമായിട്ടുള്ളത് തന്നെയാണ്. അതിനെ മറ്റൊരു മുഖപ്പെടുത്തൽ ആവശ്യമില്ല. നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെടേണ്ടത് പഠനത്തിനും ഭരണനിർവഹണത്തിനും ഏറ്റവും ഉചിതമാണ്. അത് തന്ത്രത്തിന് മാത്രമേ അറിയിക്കുള്ളൂ. അവിടെ നമ്മുടെ സംഘടനാ പ്രവർത്തന രീതിയുമായി പഠനത്തിലേക്ക് സുദീർഘമായി സംസാരിക്കുന്നില്ല. പോകണം. നാളെ മനുഷ്യരുടെ ദിവസമാണ്. അതിനേക്കാൾ വലിയ യുദ്ധങ്ങൾക്ക് കയറുന്നതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ട് സമയം എപ്പം മുന്നോട്ട് പോകുന്നുണ്ട്. നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ വിജയൻ.